സൂപ്പർ കൺമണി അടിപൊളി എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ്റെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ബലരാമൻ്റെ അച്ഛൻ്റെ കയ്യിൽ പറയുകയാണ്, ഞാൻ സുജിയെ കണ്ടു, സുജിക്ക് എന്നെ മനസ്സിലായില്ല, എവിടെ വെച്ച് കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ അവളുടെ മുഖത്തൊരു ഭയമുണ്ടായിരുന്നു, അത് മരണഭയമാണ്. അവളെയും അവളെ കുടുംബത്തെയും ഒന്നും ഇടാൻ പാടില്ല, നമുക്കെല്ലാം നശിച്ച് നാമാവിശേഷമാക്കണം, നമ്മൾ എന്ത് നല്ല രീതിയിൽ ജീവിച്ചാൽ നമ്മൾ ഇത്രയും ആക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബലരാമൻ്റെ അച്ഛൻ്റെ കൈകാലുകൾ തളർന്നാണ് ഇരുന്നത്. അത് സുജിയെ കണ്ടെന്ന് പറയുമ്പോൾ ആ കൈകാലുകളെല്ലാം ചലിപ്പിക്കുന്നു. നമുക്ക് അവരെ എല്ലാ രീതിയിലും നശിപ്പിച്ച് നാമവിശേഷമാക്കണമെന്നാണ് ബലരാമൻ്റെ അമ്മ ബാലുവിൻ്റെ അടുത്ത് പറയുന്നത്. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ മനോജ് വരികയാണ്. മനോജിൻ്റെ പറയുന്നു, നിങ്ങൾ തന്ന ഡിസൈൻ സൂപ്പർ, നല്ല അടിപൊളി ഡിസൈനാണ്, അതുകൊണ്ട് അനിയത്തിയായ കൺമണിയും കൂടി നമ്മളെ കമ്പനിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. പാവം ഇതൊന്നും അറിയാതെ മനോജ് ബലരാമൻ്റെ ചതിയിൽ വീഴുകയാണ്. ഇതിൽ കൺമണിയും പെടുകയാണ്. ബലരാമൻ്റെ അമ്മ മനോജിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ തന്ന ഡിസൈൻ നല്ല ഡിസൈനാണ്, അതുകൊണ്ട് കമ്പനിയിൽ നിങ്ങളുടെ അനിയത്തിയായ കൺമണിയും കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു വലിയ ചതിയാണ് മനോജിൽ കൂടി ഇവർ നടപ്പിലാക്കുന്നത്. ഇതൊന്നും അറിയുന്നില്ല പാവം മനോജ്. കൺമണിയുടെ അടുത്ത് പറയുകയാണ്, മോളെ അലിഗയിൽ നിന്നും രാജിവെച്ച് മോള് ചേട്ടൻ്റെ കമ്പനിയായ DR ഡിസൈൻസിൽ വരണം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ കമ്പനിയിൽ പോകാം എന്നൊക്കെ പറയുന്നു. ഇത് ഈ ചേട്ടൻ കമ്പനിയിൽ പോകാൻ പറഞ്ഞതും അലിഗയെ രാജിവെക്കാൻ പറഞ്ഞതും എല്ലാം കൊണ്ട് കൺമണിക്ക് ആകെ വിഷമത്തിലും സങ്കടത്തിലും ആകുകയാണ്. കൺമണി അലിഗയെ വിട്ടു പോവുകയാണെങ്കിൽ അലിഗയുടെ അധംപതനമായിരിക്കും. അങ്ങനെ കൺമണിയുടെ ഭർത്താവായ കൃഷിൻ്റെ കമ്പനിയിൽ നിന്നും കൺമണി ചേട്ടൻ്റെ കമ്പനിയിലേക്ക് പോകുമോ? ദുബായ് ജീവിതം മതിയാക്കി ബലരാമൻ നാട്ടിലെത്തുന്നു. സാഗർ കൃഷിനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ കൃഷി, നീ പറഞ്ഞില്ലേ മാനസെ ഡൽഹി പ്രോജക്റ്റ് ഏൽപ്പിക്കണമെന്ന്, ഞാനും നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് മാനസയെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിടാം എന്ന് പറയുന്നു. മനസ്സോടെ മാനസ ഡൽഹി പോകാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ കൃഷിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിയാബാധായിരുന്ന മാനസ കുറച്ചു കാലത്തേക്ക് ഡൽഹിയിൽ പോകുന്നു. കൺമണി പനിയൊക്കെ മാറി പിറ്റേ ദിവസം കമ്പനിയിൽ പോവുകയാണ്. പോകുമ്പോൾ ബാക്കിൽ നിന്ന് വരുൺ കൺമണി എന്ന് വിളിക്കുന്നു. കൺമണി കേൾക്കുന്നില്ല. കൺമണി അങ്ങനെ നടന്നു പോകുമ്പോൾ വഴി വെച്ച് കൃഷിൻ്റെ കാറ് കാണുന്നു, അതിൽ കയറി പോകുന്നു. ഇത് കഴിയുമ്പോൾ കൺമണിയെ തിരക്കി വരുൺ അവിടെ നിൽക്കുമ്പോൾ അമ്മാവിമാരവിടെ വന്നിട്ട് പറയുന്നു, കൺമണി കൃഷ് സാറിൻ്റെ കാറിൽ കയറിപ്പോയിക്കാണ്, കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ, അവൾ കൃഷ് സാറിൻ്റെ കാറിൽ കയറിപ്പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ വരുണ് ദേഷ്യമാണ് ഉണ്ടാകുന്നത്. വരുൺ അവിടെ നിന്ന് കൺമണിയെ വിളിക്കുന്നു. കൺമണിയെ വിളിച്ചിട്ട് ഫോണിൽ, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ബാക്കിൽ നിന്നും കാറും കൊണ്ടുവന്നു, എന്നിട്ട് നീ കേൾക്കാതെയല്ലേ പോയത്? അങ്ങനെ ഒരുപാട് കൺമണിയെ ഫോൺ സംസാരിക്കുകയാണ്. അത് വഴക്കാണ് പറയുന്നത്. ഇത് മനസ്സിലാവുന്ന കൃഷ് കൺമണിയെ നോക്കുന്നു. കൺമണിയെ നോക്കണ കൃഷിന് ദേഷ്യമാണ് വരുന്നത്. ഈ വരുൺ എന്തൊക്കെ കൺമണിയെ പറയുന്നു എന്ന് കൃഷിന് മനസ്സിലാകുന്നു. കൺമണി വിഷമവും സങ്കടവും എല്ലാം മുഖത്ത് തെളിയുന്നു. കൺമണിയുടെ ഈ മുഖഭാവം കാണുമ്പോൾ കൃഷിന് സങ്കടമാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞ് വരുൺ ചോദിക്കുന്നു, നീ നിന്റെ കൃഷ് സാറിൻ്റെ കാറിലായിരിക്കും പോയതല്ലേ എന്ന്. അപ്പോൾ കൺമണി അതേന്ന് പറയുന്നു. കഴിഞ്ഞ് വരുൺ കൺമണിയോട് ചോദിക്കുന്നു, നീ എവിടെയാണ് നിൽക്കുന്ന, മര്യാദയ്ക്ക് ലൊക്കേഷൻ പറഞ്ഞു എന്നൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കൺമണി ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് ഇവരെ ഫോളോ ചെയ്ത് വരുൺ കാറിനെ ഓവർടേക്ക് ചെയ്ത് കൺമണിയുടെ അടുത്ത് ഇറങ്ങാൻ പറയുന്നു. കൺമണി അങ്ങനെ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് പറയുന്നു, നീയും ഞാനുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണ്, ഞാൻ ഇട്ട മോതിരവും ഇട്ടിട്ടാണ് ഞാൻ വിളിച്ചാലും നിൽക്കില്ല, ഞാൻ ഫോൺ വിളിച്ചാലും നീ എടുക്കില്ല, എന്നെ നീ അവഗണിക്കുന്നത്, നിനക്ക് കൃഷ് സാറിൻ്റെ കാറിൽ കയറിപ്പോകാൻ നിനക്കൊരു കുഴപ്പമില്ല, ഞാൻ വിളിക്കുമ്പോൾ മാത്രം നിനക്ക് വരാൻ വയ്യ, നീ ഞാനുമായിട്ടുള്ള കല്യാണം വരെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതല്ലേ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ, പിന്നെ എന്താ ഞാൻ വിളിച്ചാൽ നിനക്ക് കൂടെ വരാൻ മടി എന്നൊക്കെ കുറേ ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം കേട്ട് സഹിയായിട്ട് ഇനി കൃഷി എന്തെങ്കിലും പറയുമോ അതോ കൺമണി എന്തെങ്കിലും പറയുമോ എന്നുള്ള ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.